അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയുമെന്നൊക്കെ ഒരു ചൊല്ലുണ്ട്. നമ്മുടെ ഈ ചെറിയാൻ ഫിലിപ്പ് പതിവായി ചൊറിഞ്ഞ് മുഴുവൻ അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ചൊറി ഒരു അറിവാണ്, ചൊറി ഒരു രസമാണെന്ന് ബഷീർ മുമ്പ് പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, മോഹൻലാലിന് ആദരവ് അർപ്പിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ സാംസ്കാരിക വകുപ്പ് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. അതിന് ലാൽ സലാം എന്ന് പേരിടുന്നു. അതിന് എന്താണ് ചൊറിയാനിരിക്കുന്നത്? എന്തിനാണ് മിസ്റ്റർ ചെറിയാൻ ഫിലിപ്പ് അതിനെ കയറി ചൊറിയാൻ പോകുന്നത്? മന്ത്രി സജി ചെറിയാനോട് ചോദിച്ചു, എന്തിനാണ് പരിപാടിക്ക് ലാൽ സലാം എന്ന് പേരിട്ടത്? അപ്പോൾ മന്ത്രി പറയുന്നു, ലാലിന് അഭിവാദ്യങ്ങൾ എന്നേ അതിന് അർത്ഥമുള്ളൂ എന്ന് പറയുന്നു. ആ സിമ്പിൾ അർത്ഥം എടുത്താൽ പോരെ? അത് ഒരു കമ്മ്യൂണിസ്റ്റ് അഭിവാദ്യ രീതിയാണെന്നും ലാൽ സലാം എന്ന് ഹിന്ദിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്, ചുവപ്പ് അഭിവാദ്യങ്ങൾ എന്നാണെന്നും റെഡ് സല്യൂട്ട് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് എന്നും വ്യാഖ്യാനിച്ച് അതൊരു കമ്മ്യൂണിസ്റ്റ് അഭിവാദന രീതിയാണെന്നും മോഹൻലാലിനെ കമ്മ്യൂണിസ്റ്റുകാരനാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ചെറിയാൻ കൽപ്പകവാടി കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ചരിത്രം പറഞ്ഞ ഒരു സിനിമയിൽ മോഹൻലാലിനെ കഥാപാത്രമാക്കി അതുകൊണ്ട് ലാൽ സലാം എന്ന് പേരിട്ടതാണെന്നും ഒക്കെ വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് പാവമൊരു നടനെ, ദാദേ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടനെ ഏതെങ്കിലും ഒരു കള്ളിയിൽ തളച്ചിട്ട് വികൃതമാക്കാൻ ഈ ചെറിയാൻ ഫിലിപ്പ് ശ്രമിക്കുന്ന നീച ശ്രമത്തെ മലയാളികൾ കാർക്കിച്ചു തുപ്പും എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ ആദ്യം പറഞ്ഞത് ശരിയല്ലേ? ഈ അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. മോഹൻലാൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനാണ്? മോഹൻലാൽ സംഘിയാണോ? അതാ മോഹൻലാൽ കോൺഗ്രസ്സുകാരനാണോ? മോഹൻലാൽ ഇനി കമ്മ്യൂണിസ്റ്റുകാരനാണോ? അദ്ദേഹത്തിന് ഏത് രാഷ്ട്രീയമാണെന്ന് നമുക്കറിയില്ല. മഹാനായ നടൻ മമ്മൂട്ടിക്ക് രാഷ്ട്രീയ നിലപാട് ഉണ്ട് എന്ന് മലയാളികൾക്കറിയാം. അദ്ദേഹം ഒരു ഇടത് സഹയാത്രികരാണ്, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ സൂക്ഷിക്കുന്ന വ്യക്തിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ ചൊറിയൻ രവി ഉണ്ടല്ലോ, മേജർ രവി, ഓന്ത് രവി നമ്മുടെ മോഹൻലാലിനെ താമര പാർട്ടിക്കാരനാക്കാൻ കുറേ കിണഞ്ഞ് പരിശ്രമിച്ചു. ഓന്ത് രവിയാണ് മോഹൻലാലിനെ സംഘി പരിവേഷം കൊടുത്ത് സംഘിയാണ് എന്ന് വരുത്തി തീർക്കാൻ കുറേ ശ്രമിച്ചത്. പാവം മോഹൻലാൽ ഈ ഓന്ത് രവിയുടെ കയ്യിൽ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ജീവിച്ചു പോവുകയാണ്. എമ്പുരാൻ സിനിമ ഇറങ്ങിയപ്പോൾ ഈ ഓന്ത് രവിയാണ് മോഹൻലാലിനെ കുരുക്കാൻ ഏറ്റവും അധികം ശ്രമിച്ച് നാണം കെടുത്തിയത് മോഹൻലാലിന്. അത് മോഹൻലാൽ തിരിച്ചറിയുകയും ചെയ്തു. മോഹൻലാലിന് ഇനി മാതാ അമൃതാനന്ദമയോടുള്ള ഭക്തി. മാതാ അമൃതാനന്ദമയോട് ആർക്കാണ് ഭക്തി ഇല്ലാത്തത്? മാതാ അമൃതാനന്ദമയെ സജി ചെറിയാൻ കാണാൻ പോയി. അതിന് ഇവിടെ എന്തൊക്കെയാണ്, കോൺഗ്രസ് ടൈറ്റിലുള്ള ആളുകൾ തന്നെ എന്തൊക്കെ പറഞ്ഞു, മാതാ അമൃതാനന്ദമയെ എന്തൊക്കെ അധിക്ഷേപിച്ചു. ജോൺ ബ്രിട്ടാസ് എന്തുകൊണ്ടാണ് അന്ന് മാതാ അമൃതാനന്ദമയെ വിമർശിച്ചത്? ഒരു വിദേശ വനിത അമൃതാനന്ദമയി മഠത്തിൽ കണ്ട കാര്യങ്ങൾ ചില വിമർശനാത്മകമായി എഴുതി, അതിനെയാണ് ജോൺ ബ്രിട്ടാസ് വിമർശിച്ചത്. വിമർശിക്കേണ്ട കാര്യങ്ങൾ വന്നാൽ വിമർശിക്കും. മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിലും ഏത് പാർട്ടിക്കാരനാണെങ്കിലും വിമർശിക്കുമല്ലോ. അതിനെ വിമർശിക്കണം. അമൃതാനന്ദമയി മഠത്തിൽ സജി ചെറിയാൻ പോയതിന് എന്താണ് തെറ്റ്? ഞാൻ എത്രയോ തവണ പോയിരിക്കുന്നു. അമൃതാനന്ദമയോട് എനിക്കും ബഹുമാനമുണ്ട്, ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, ആദരവുണ്ട്. അത് അവരോട് ബഹുമാനം കാണിക്കണ്ടേ? അവർ ചെയ്ത നന്മകൾ പ്രകീർത്തിക്കുന്നതിൽ എന്താണ് തെറ്റ്? അത് ഒരു വശം. നമ്മുടെ സമൂഹം പോകുന്ന പോക്കാണ്. മന്ത്രി സജി ചെറിയാൻ ലാൽ സലാം എന്ന് പറയുന്നത് മോഹൻലാലിനെ അഭിവാദ്യം ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയാണ് എന്ന് പറഞ്ഞാൽ ഈ ചെറിയാൻ ഫിലിപ്പിന് എന്തിനാണ് ചൊറിച്ചിൽ? അത് കമ്മ്യൂണിസ്റ്റ് പദപ്രയോഗമാണ് എന്ന് അടച്ച് ആക്ഷേപിച്ച് പറയാൻ വേണ്ടി മാത്രം എന്താണ് അതിലുള്ളത്? ഒരു സിനിമയുടെ പേര് ലാൽ സലാം എന്നാണ്. കമ്മ്യൂണിസ്റ്റ് ആശയം പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കഥാപാത്രങ്ങൾ വരുന്ന ഒരു ചിത്രമാണ്. ലാൽ സലാം എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തുള്ള റെഡ് സല്യൂട്ട് അല്ലെങ്കിൽ ചുവപ്പൻ അഭിവാദ്യങ്ങൾ എന്നൊക്കെ പറയും. എന്നിട്ട് ലാൽ സലാം സഖാവെ എന്ന് മിക്കവാറും സിനിമകളിൽ പലരും പറയുന്നുണ്ട്. മിക്കവാറും കോളേജ് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ അഭിസംബോധന ചെയ്യുന്നതും അഭിവാദ്യം ചെയ്യുന്നതുമൊക്കെ ലാൽ സലാം എന്നാണ്. പലരും പരസ്പരം പറയുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് അഭിവാദ്യമാണോ? അങ്ങനെ കമ്മ്യൂണിസ്റ്റ് അഭിവാദ്യമാണെങ്കിൽ തന്നെ കുഴപ്പമെന്താണ്? മോഹൻലാലിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അങ്ങനെ ലാൽ സലാം, മോഹൻലാലിൻ്റെ പേര് ലാൽ എന്നല്ലേ, സലാം എന്ന് പറയുന്നതിന് അഭിവാദ്യം എന്നല്ലേ അർത്ഥം? അങ്ങനെ പറയുന്നത് എന്താണ് കുഴപ്പം? മിസ്റ്റർ ചെറിയാൻ ഫിലിപ്പ് ഒരു കാര്യം ചെയ്യണം. ചെറിയാൻ ഫിലിപ്പ് CPMൻ്റെ സഹയാത്രികനായി കുറേ കാലം കൂടെ നടന്നതാണ്. ചില സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുകയും ചെയ്ത വ്യക്തിയാണ്. ആദ്യം കുറേ കാലം കോൺഗ്രസ്സിലായിരുന്നു. അവിടെ ഒന്നും കിട്ടാതെ വന്നപ്പോഴാണ് CPMൽ വന്നത്. എന്നിട്ട് അവിടെ കുറേ സ്ഥലത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടി. അവസാനം ശരിയല്ല എന്ന് തോന്നി, അല്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടമാകുന്നില്ല എന്ന് തോന്നി പോയി വീണ്ടും കോൺഗ്രസിൻ്റെ കക്ഷത്ത് കയറിയിരുന്നു. അവിടെ ഇരുന്നിട്ട് ഇപ്പുറത്തിരുന്ന് ചൊറിയുകയാണ്. ഈ ചൊറിച്ചിൽ മാറുമ്പോൾ വീണ്ടും ചിലപ്പോൾ CPMൻ്റെ അഭയാർത്ഥിയായി വീണ്ടും വന്നുകൂടും. ഇങ്ങനെ ഇരുന്ന് വെറുതെ ചൊറിയാതെ ഈ പരിപാടിയൊക്കെ, മോഹൻലാലിനെ അഭിനന്ദിക്കുന്ന ആ പരിപാടിയിലൊക്കെ പങ്കെടുത്ത് സമൂഹത്തിൻ്റെ നേർമയിലും സത്യത്തിലും പങ്കെടുത്ത് നിൽക്കുകയല്ലേ നല്ലത് എന്ന് തിരുത്തി ചോദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.